ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിൻട്രസ്റ്റിൽ കുറേ കാലമായിട്ട് നോക്കി വെച്ചിട്ടുള്ളൊരു മോഡലാണ് മിൽക്ക് മെയ്ഡ് ഡ്രസ്സിൻ്റെ മോഡൽ. അപ്പോൾ അതിന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഞാൻ മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 3 മീറ്റർ വരുന്ന റയോൺ ഫാബ്രിക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ 3 മീറ്ററിനും 285 രൂപയാണ് എനിക്കായിട്ടുള്ളത്. അപ്പോൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ഇതിലെ പ്രിൻറ്റും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഫോട്ടോയിലുള്ള പോലെ തന്നെയാണ് കയ്യിൽ കിട്ടിയപ്പോഴും. തുണി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി, എന്നാൽ ഇത്തിരി കട്ടിയുണ്ട്, നമുക്ക് ലൈനിങ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. അപ്പോൾ മീഷോയിൽ മേടിക്കുന്ന മെറ്റീരിയൽ അളന്ന് നോക്കുമ്പോൾ കുറവുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അളന്ന് നോക്കിയപ്പോൾ കറക്റ്റ് 3 മീറ്ററാണ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡ്രസ്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സ്മോൾ സൈസിലുള്ള മെഷർമെൻറ്റ്സ് വെച്ചിട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഡ്രസ്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ കട്ടിങ് മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കട്ടിങ് ഞാനിവിടെ ഒരു വേണ്ടാത്ത വേസ്റ്റ് മെറ്റീരിയലിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് ബാക്ക് പാർട്ടിനുള്ള മെറ്റീരിയലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. വിഡ്ത്ത് വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ ഞാനിത് 2ആക്കി മടക്കി ഇടുന്നുണ്ട്. ഇത് ആദ്യം എടുക്കുന്നത് ബാക്ക് പോർഷനാണ്. അപ്പോൾ ഇത് മടക്കി ഇട്ടിട്ട് അളവ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിഡ്ത്ത് 8 ആണ്. അതേപോലെ തന്നെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 8.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ താഴെയും മേലയിലും ആയിട്ട് സീം അലവൻസിന് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ 1/2 ഇഞ്ച് താഴെയും 1/2 ഇഞ്ച് മേലയിലും സീം അലവൻസിന് വിട്ട് കഴിയുമ്പോൾ നമുക്ക് 7.5 ഇഞ്ചാണ് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് മേലയിലും താഴെയിലും നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന് ഷോൾഡറൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കണ്ട, കാരണം ഇലാസ്റ്റിക് ആയിട്ടുള്ള സ്ലീവാണ് ഇതിന് വെക്കുന്നത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ 7.5 ഇഞ്ച് നമുക്ക് യോക്കിൻ്റെ ലെങ്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ താഴെയിലും മേലയിലും 1/2 ഇഞ്ച് വീതം സീം അലവൻസിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്ത് അതേപോലെ തന്നെ ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഞാനിവിടെ 22 ഇഞ്ചാണ് വിട്ടായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോർഷനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് ഫ്രണ്ട് പോർഷൻ എടുക്കുക. അപ്പോൾ അത് നമുക്ക് എത്രയാണെന്നൊന്ന് അളന്ന് നോക്കാം. അപ്പം ഞാൻ ബാക്ക് പോർഷൻ 8 ഇഞ്ചാണല്ലോ വിട്ടായിട്ട് എടുത്തിട്ടുള്ളത് മടക്കി വയ്ക്കുമ്പോൾ. അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ 3 ഇഞ്ചാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിർത്തിയിടുമ്പോൾ 6 ഇഞ്ചോളം നമ്മൾ മെറ്റീരിയൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം ഫ്രണ്ടിൽ കുറച്ച് ഫ്രിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മെറ്റീരിയൽ കൂടുതൽ എടുത്തത്. അപ്പോൾ 8.5 തന്നെയാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലും 1/2 ഇഞ്ച് മേലയിലും താഴെയിലും സീം അലവൻസിനായിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അടുത്ത നമുക്കിനി കൈക്കുഴി മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ നിന്നാണ് ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2.5 ഇഞ്ച് മേലെ നിന്നും 2.5 ഇഞ്ച് താഴെ നിന്നും ഇതേപോലൊരു ബോക്സായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ ആം റൗണ്ടൊക്കെ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്യില്ലേ, അതേപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് മെറ്റീരിയൽ ഇതേപോലെ നിർത്തിയിടാം. ഇനി നമുക്ക് സെൻറ്റർ അടയാളപ്പെടുത്തി സെൻറ്ററിൽ ഇതേപോലെ 2.5 ഇഞ്ച് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഫ്രിൽസ് ഇടുന്നത് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു ചെറിയ വള്ളി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് 2.5 നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തത്. ഇതേപോലെ തന്നെ ബാക്ക് പോർഷനിലും നമ്മൾ കൈക്കുഴി ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.5 ഇഞ്ച് വീതിയിലും നീളത്തിലും ഇതേപോലെ ഒരു സ്ക്വയർ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. അത് വെട്ടി കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് പോർഷനും ഇതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ 2.5 ഇഞ്ച് താഴ്ത്തി ഒരു വി ഷേപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല മെറ്റീരിയലിൽ വെട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിനും 2 പീസ്, ബാക്കിനും 2 പീസ് എടുത്തിട്ടുണ്ട്. ലൈനിങ് ആയിട്ട് ഞാൻ നല്ല മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഫ്രണ്ട് പീസ് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നടുക്ക് 2.5 ഇഞ്ച് വി പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 2 ചെറിയ പീസ് എടുത്തിട്ട് ഇതേപോലെ താഴെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കാം. അപ്പം നമ്മൾ ആ ചെറിയ പീസ് വെച്ചിട്ട് ഇതേപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസും ഇതേപോലെ തന്നെ വി ഷേപ്പ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പുറവും ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട്
നമ്മൾ 1/2 ഇഞ്ച് നേരത്തെ മേലയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സീം അലവൻസിന് വേണ്ടിയിട്ട്. ഇനി അത് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് മെറ്റീരിയൽ തിരിച്ചിട്ട് കൊടുക്കാം. അടുത്തത് 2 വള്ളി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ മെറ്റീരിയൽ ഒന്ന് നിർത്തിയിട്ടിട്ട് നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്ത് വള്ളിയുടെ ഒരു എൻഡ് വരുന്ന തരത്തിൽ നമുക്ക് ഈ വള്ളി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കൈക്കുഴിയുടെ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ വള്ളി പെടാതെ നമുക്ക് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വള്ളി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് വള്ളിമ കൊള്ളാത്ത വിധത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫ്രിൽസിന് ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയും കൂടി ഫ്രില്ലിട്ട് കൊടുക്കാണ്ട് അത് നമുക്ക് ചെയ്യാം. ഇനി ബാക്ക് പോർഷൻ എടുത്തിട്ട് ബാക്കും ഇതേപോലെ തന്നെ മെറ്റീരിയലിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് മേലയിൽ നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ സീം അലവൻസിന്, അവിടെയും ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ ബാക്ക് പോർഷനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് അടുത്തത് കട്ട് ചെയ്യാം. സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ 2 നീളത്തിൽ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലാസ്റ്റിക് ഇട്ടിട്ടാണ് സ്ലീവ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കും കാര്യങ്ങളും വരുന്നത് കൊണ്ട് കൂടുതൽ മെറ്റീരിയൽ എടുക്കണം. ഞാനിവിടെ 23 ഇഞ്ചിലാണ് സ്ലീവ് എടുത്തിട്ടുള്ളത്. ഇനി അതിലും കൂടുതൽ ചുരുക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം. ഇനി മെറ്റീരിയൽ ഇതേപോലെ 2ആക്കി മടക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് 2 സ്ലീവിൻ്റെ മെറ്റീരിയൽ ഇതേപോലെ ഒരുമിച്ചിട്ടാണ് ഞാൻ വെട്ടുന്നത്. അപ്പോൾ ലെങ്ത്തായിട്ട് ഞാൻ 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. മടക്കി ഇടുമ്പോൾ 11.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ യോക്കിൽ കട്ട് ചെയ്ത പോലെ തന്നെ ഇവിടെയും സീം അലവൻസ് കൊടുക്കണം. 1/2 ഇഞ്ചാണ് യോക്കിൽ കൊടുത്തെങ്കിൽ ഇവിടെ 1 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് ആയിട്ട് സ്ലീവിൽ കൊടുക്കുന്നത്. ഇനി കൈക്കുഴി വരച്ചു കൊടുക്കുക. 2.5 ഇഞ്ച് താഴോട്ട് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ 2.5 ഇഞ്ച് സൈഡിൽ നിന്നും വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് സ്ക്വയർ ആക്കിയിട്ട് നമുക്കൊരു കർവ് ചെയ്ത് യു ഷേപ്പ് വരച്ചിട്ട് അതും വെട്ടിക്കൊടുക്കാം. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് മേലേലും താഴേലും സീം അലവൻസ് എടുത്തിട്ടുള്ളത്. അത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ടാണ് കൂട്ടിയെടുത്തിട്ടുള്ളത്. ഇനി സ്ലീവ് ലൂസ് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അടിയിൽ ഇലാസ്റ്റിക്കിൻ്റെ ചുരുക്കൾ വരുന്നതുകൊണ്ട് കൂട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതും ഇതേപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവിൽ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ മേലേലും താഴേലും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അങ്ങനെ സ്ലീവിൻ്റെ മേലേലും താഴേലും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് എത്ര ലെങ്ത് ഉണ്ട് അതിലും ഇപ്പോൾ ഒരു 4 ഇഞ്ച് കുറച്ചിട്ടൊക്കെ ഇലാസ്റ്റിക് എടുക്കുക. ഞാനിവിടെ 8 ഇഞ്ചിലാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇലാസ്റ്റിക്കൊക്കെ 2 വശത്തും പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവും യോക്കും തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്ക് പീസും ഫ്രണ്ട് പീസും എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ലീവും എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ കൈക്കുഴിയും യോക്ക് പോർഷൻ്റെ കൈക്കുഴിയും തമ്മിൽ നമുക്ക് ചേർത്ത് അടിച്ചു കൊടുക്കാം. 2 നല്ല വശങ്ങൾ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് കൈക്കുഴി നേരെ പിടിച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗവും അതേപോലെ തന്നെ ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 സ്ലീവും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അടുത്ത നമുക്കിനി ചെയ്യാനുള്ളത് ഈ ഫ്രണ്ട് പോർഷൻ്റെ അടിഭാഗത്ത് നമുക്കിതേപോലെ ചുരുക്കൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ലോങ് സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ പിടിച്ച് ചെറിയ ചെറിയ ചുരുക്കൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഡ്രസ്സിൻ്റെ യോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 12 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത്ത് 42 ആണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ 12 ഇഞ്ച് യോക്കിനെടുത്ത് ബാക്കി 2 തട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ താഴേക്ക് ലൈനായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മെറ്റീരിയൽ ഇതേപോലെ 4ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ബാക്ക് പോർഷൻ 2ആക്കി മടക്കിയിട്ട് വേസ്റ്റ് എത്രയാണെന്നുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ആ മെറ്റീരിയൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് 25 ഇഞ്ചാണ് ഈ മെറ്റീരിയലിൽ നിന്ന് നമുക്ക് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ടിട്ട് 25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എത്ര വിരിച്ചെടുക്കാൻ പറ്റുമോ അത്രയും
ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. എൻഡിൽ ഷേപ്പ് ചെയ്യാനായിട്ട് ഒരു 2 ഇഞ്ച് ഇതേപോലെ മേലോട്ട് കയറ്റി വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത പീസ് ഈ യോക്ക് പോർഷനായിട്ട് നമുക്ക് ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കാം. നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ നമുക്ക് ഒരു ലെയറും കൂടി വെക്കാണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ലെയർ ഞാൻ 7 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതേപോലെ ഞൊറിവുകൾ ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അടിയിലത്തെ ലെയറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ചുരുക്കുകൾ ഇട്ടിട്ടാണ് അടിയിലത്തെ ലെയർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്ത് താഴെ വരെ കൊണ്ടുപോകാം. 2 ഭാഗവും ഷേപ്പ് ചെയ്തെടുത്താൽ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡ്രസ്സാണ്. കട്ടിങ്ങിൽ ഇച്ചിരി ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ. അത് നമുക്ക് മനസ്സിലാവാത്ത ഭാഗം 1-2 വട്ടം ഒന്ന് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മെറ്റീരിയൽ മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ.